പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, കർത്താവ് ഒരു പുതിയ പുലരി കൂടി കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ കരുണ നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ നിസ്സീമമായ ഈ കാരുണ്യത്തെ ഓർത്ത് ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതത്രേ. നവമായ സ്നേഹത്തോടെ, കരുതലോടെ, കാരുണ്യത്തോടെയാണ് ദൈവം നമ്മുടെ ആയുസ്സിലേക്ക് ഈ ദിനം കൂടി നെയ്ത് ചേർത്ത് നൽകുന്നത്. ദൈവത്തിൻ്റെ ഈ അളവറ്റ കാരുണ്യത്തെ ഹൃദയപൂർവ്വം ഈ പ്രഭാതത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. പ്രാർത്ഥനയോടെ ഒരു ദിനം തമ്പുരാന് നന്ദി പറഞ്ഞ് നമ്മൾ ആരംഭിക്കുമ്പോഴാണ് ഒരു ദിനം മുഴുവൻ അനുഗ്രഹമാകുവാൻ ദൈവമായ കർത്താവ് ഇടവരുത്തുക. നമ്മുടെ ഈ ദിനത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിനം ആരംഭിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. പരിശുദ്ധ മറിയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ TV സ്ക്രീനിന് മുമ്പിലായിരുന്ന് വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെല്ലാം നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാനും ആ വചനത്തിന് ഫലം നൽകാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുക. ഈ പ്രഭാതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവർ ഈ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും കേൾക്കുവാൻ പോകുന്ന തിരുവചനങ്ങൾക്കായി ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയങ്ങളെയും ഞങ്ങളുടെ ബുദ്ധിയെയും ചിന്തയെല്ലാം നീ വിശുദ്ധീകരിക്കണമേ. അവർ ഈ പരിശുദ്ധാത്മാവെ നിൻ്റെ കൃപകൾ കൊണ്ട്
ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് ഞങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി കടബാധ്യതയിൽ ക്ലേശിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രത്യേകം നമുക്ക് ഈശോയുടെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹവും കരുണയും അപ്രകാരം കടബാധ്യതയിലായിരിക്കുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവമേ ചൊരിയണമേ എന്ന് ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. അനന്തരം കർത്താവ് വേറെ 72 പേരെ നിയമിച്ചു. താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്ക് സ്ഥലത്തേക്ക് 2 പേരെ വീതം തനിക്ക് മുമ്പേ അയച്ചു. അവനവരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിച്ചീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങളേത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കണം, ഈ വീടിന് സമാധാനം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവർ തരുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. എന്തെന്നാൽ വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും നടക്കരുത്. എന്തെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ പുറത്ത് തെരുവിലിറങ്ങി പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിൻ്റെ സ്ഥിതി ആ നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈശോ 72 പേരെ തിരഞ്ഞെടുത്ത് നിയമിച്ച് താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് പ്രേക്ഷിത ദൗത്യം നൽകി അവരെ അയക്കുന്നതിനെക്കുറിച്ചാണ് സുവിശേഷ വചനങ്ങളിൽ നമ്മൾ കേട്ടത്. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ്. മിശിഹ വരുമെന്നുള്ള ഇസ്രായേലിൻ്റെ നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് അയക്കപ്പെട്ടവനായി ക്രിസ്തു ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, അതേ ക്രിസ്തു തന്നെയാണ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് 72 പേരെ തിരഞ്ഞെടുത്ത് ഈ 2 പേരായി അവരെ നിയമിച്ച് അവരെ പ്രേക്ഷിത ദൗത്യവുമായിട്ട് അയക്കുന്നത്. വളരെ വലിയ ദൈവികമായൊരു ദൗത്യമാണ് ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ പരമേൽപ്പിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ശിരസ്സായ ക്രിസ്തുവിനോട് അഭേദ്യമായ ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ്. ജ്ഞാനസ്നാനമേറ്റ ഓരോ വ്യക്തിയും ശിരസ്സായ ക്രിസ്തുവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് തിരുസഭയെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. തിരുസഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണെന്നും ക്രിസ്തുവാണ് ഈ മൗതിക ശരീരത്തിൻ്റെ ശിരസ്സെന്നുമാണ് പൗലോസ്ലീഹായിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകുക. ജ്ഞാനസ്നാനത്തിൽ ശിരസ്സായ ക്രിസ്തുവിനോട്
ഒരു ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെ ചേർന്നിരിക്കുന്നുവോ അപ്രകാരം ചേർന്നിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അല്പം ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ശിരസ്സിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും പ്രവർത്തിക്കുന്നത്. തലച്ചോറിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കാതെ വന്നാൽ കൈയുണ്ടായിട്ടോ കാലുണ്ടായിട്ടോ കണ്ണുകളുണ്ടായിട്ടോ ഒന്നും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യ ശരീരം നമ്മുടെ അവയവങ്ങൾ എത്തിച്ചേരുമെന്ന് അനേകരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ശിരസ്സാണ് എപ്പോഴും ശരീരത്തെ നിയന്ത്രിക്കുന്നത്, ശരീരത്തെ ഏകോപിപ്പിച്ച് അവയവങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണെങ്കിൽ ശരീരത്തിലെ ഏതൊരു അവയവത്തിനും അതിൻ്റേതായ കടമകളുണ്ട്, അതിൻ്റേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ കടമകൾ യഥാവിധി ചെയ്യുമ്പോഴാണ് ശരീരം അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ സുസ്ഥിതി അത് വീണ്ടെടുത്ത് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനിട വരുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ വലിയൊരു ആത്മീയ ബോധ്യം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കരുതുന്നത് ഒരു പക്ഷേ കുറേ സാധാരണക്കാരായ ആരായിട്ടുള്ള വിശ്വാസികളും പിന്നെ കുറേ വൈദികരും സമർപ്പിതരും ഒക്കെ ചേർന്നതാണ് സഭ. അപ്പോൾ പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, പ്രേക്ഷിത വേല ചെയ്യുക എന്നത് കേവലം വൈദികർക്കോ സിസ്റ്റേഴ്സിനോ ഒക്കെ മാത്രം കടപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. എന്നാൽ പ്രിയമുള്ളവരെ, ജ്ഞാനസ്നാനമേറ്റ എല്ലാവരും കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുപറ്റാൻ വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ യേശുവിനാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാനെന്ന ആഴമേറിയ അവബോധത്തിൽ നിന്ന് വർത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തന മേഖലകളുണ്ട്. അതൊരു പക്ഷേ കച്ചവടം ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. ആ കടയിലിരിക്കുമ്പോൾ ഒരുപാട് പേര് പല ആവശ്യങ്ങളുമായിട്ട് വരുന്നു. ആ വരുന്ന വ്യക്തികളോട് സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് പോലെ യേശുവിനെക്കുറിച്ച് പങ്കുവയ്ക്കാനും അവരോട് വിശേഷങ്ങൾ ആരായാനും ജീവിതത്തിൽ സങ്കടപ്പെട്ട് ദുഃഖിച്ചുമായിരിക്കുന്നവരെ പ്രത്യാശ നൽകി അവരെ ധൈര്യപ്പെടുത്താനൊക്കെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ യേശുവിനാൽ അയക്കപ്പെട്ടവനാണ് എന്ന അവബോധത്തിൽ നിന്ന് വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏതൊരു അവസ്ഥയിലും ഞാൻ അയക്കപ്പെട്ടവനാണ് എന്ന ഉൾബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഒരു പക്ഷേ നമ്മൾ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു, നമ്മളിരിക്കുന്ന സീറ്റിൽ തന്നെ മറ്റൊരാൾ വന്നിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് വെറുതെ മിണ്ടാതിരുന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാം. എന്നാൽ ഞാൻ അയക്കപ്പെട്ട ഒരാളാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു മകളാണ്, ദൈവം എന്നിൽ നേരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊരു ഉൾബോധത്തിൽ നിന്ന് ആ ബസ്സിലിരിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഒരാളോട് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അത് ജീവിതത്തെക്കുറിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയും ആ വ്യക്തി ഒരുപക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളോ ഭാരങ്ങളോ ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ അത് ദൈവം ആ വ്യക്തിയിലൂടെ നമ്മോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിക്ക് ശക്തിയും ബലവും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ഈശോയെക്കുറിച്ച് ആ വ്യക്തിയോട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതുവഴി ഒരു പക്ഷേ ഒരു ആത്മാവിനൊരു ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുവാൻ നമ്മൾ കാരണക്കാരാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ എത്രയോ സന്ദർഭങ്ങളാണ്, അവസരങ്ങളാണ് അനുദിനം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് വ്യക്തിപരമായി ഈ ദൈവികമായ ബോധ്യങ്ങളില്ലാത്തത് മൂലം നമ്മൾ എത്രയോ അവസരങ്ങളാണ് പാഴാക്കി കളയുന്നത്. പ്രിയമുള്ളവർ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും യേശുവിനെ ആവശ്യമുള്ളവരാണ്, രക്ഷകനായ കർത്താവിനെ ആവശ്യമായിട്ടുള്ളവരാണ് എല്ലാ മനുഷ്യരും എന്ന ആഴപ്പെട്ട ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിനാൽ ഞാൻ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് കണ്ടുമുട്ടുന്നവർക്കൊക്കെ യേശുവാകുന്ന സ്നേഹത്തെ, യേശുവാകുന്ന പ്രത്യാശയെ, യേശുവാകുന്ന സുവിശേഷത്തെ നിരന്തരം നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാവിധി അത് കൃപയുടേതായി, സന്തോഷത്തിൻ്റേതായി, അനുഗ്രഹത്തിൻ്റേതായി മാറുക. വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ ദൈവം നൽകുന്ന വലിയൊരു ദൈവിക ഉൾക്കാഴ്ച നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം.
ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കാതെ പങ്കുവയ്ക്കാതെ നമ്മൾ പീഠത്തിന് താഴെ അത് മൂടി വയ്ക്കുന്നത് പോലെ നമ്മളതിനെ കൊണ്ടു നടന്നാൽ ദൈവം എത്രയധികമായി സുവിശേഷം നൽകിയ നമ്മെ ഓർത്ത് വേദനിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവം നമുക്ക് സുവിശേഷം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്ക്, കണ്ടുമുട്ടുന്നവർക്ക് അത് പങ്കുവെച്ച് നൽകാൻ വേണ്ടി കൂടിയാണ് ക്രിസ്തു സുവിശേഷം എന്നെ വരമേൽപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് അനുഗ്രഹമാക്കുക. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ളവരെ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കുടുംബത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഒന്നാമത് തന്നെ നമ്മോട് ഈ വചന വെളിച്ചത്തിൽ ചോദിക്കാൻ പറ്റണം, ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നതിൽ, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണോ? എനിക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ ഒരു പുതിയ വ്യക്തി കണ്ടുമുട്ടുമ്പോഴാണ്, ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ ഇടവരുമ്പോഴാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടന്നു ചെല്ലുമ്പോഴാണ് ക്രിസ്തുവാകുന്ന സുവിശേഷത്തെ പങ്കുവയ്ക്കാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി നൽകിയിട്ടും നമ്മൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയാൽ, ബോധപൂർവം ആ ദൗത്യത്തെ നമ്മൾ അവഗണിച്ചാൽ, ഉപേക്ഷിച്ചാൽ ജീവിതം ദുരിതമാകുമെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 33-ാം വചനം നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട വചനമാണ്. നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടി നൽകപ്പെടും. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തെ, അവിടുത്തെ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് നൽകുന്നതിനെക്കുറിച്ചൊക്കെ ബദ്ധശ്രദ്ധരായി സുവിശേഷ വേലയിൽ നമ്മെക്കൊണ്ടാകും ഇത് നമ്മൾ പങ്കുപറ്റുമ്പോൾ, നമ്മളതിൽ തീക്ഷ്ണതയോടെ ആ ശുശ്രൂഷയെ, ദൗത്യത്തെ ഏറ്റെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് വലിയ ദൈവ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനിടവരും. നമ്മെ ഓർത്ത് മറ്റനേകർ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ, മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുക. നമ്മുടെ ഈ ജീവിതം അത് അനുഗ്രഹിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല, മറിച്ച് നാം ദൈവത്തിനും സുവിശേഷത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കൊക്കെ വേണ്ടി ജീവിക്കാൻ ഈ ജീവിതത്തിലാകുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്, അത് ദൈവത്തെ സന്നിധിയിൽ അനുഗ്രഹമായി തീരുന്നത്. ഈ വലിയ ഉൾക്കാഴ്ചയിൽ നിന്ന് ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ അനന്തമായ സ്നേഹപദ്ധതിയിൽ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ജീവിക്കാനായിട്ട് കഴിയണം. ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അതൊരിക്കലും ഒരു ആകസ്മികമായ സംഭവമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതിയിൽ നിന്നാണ് ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ജ്ഞാനസ്നാനം ഏൽക്കാനും ക്രിസ്തുവാകുന്ന രക്ഷകനെ എനിക്ക് ദാനമായി ലഭിക്കാനും ആ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാനും അറിയാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടവരുത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവിൽ നിന്ന് പ്രിയമുള്ളവരെ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നാം യേശുവിനോട് എന്നും കടപ്പെട്ടവരായിരിക്കും. ആ വലിയ കടപ്പാടിൽ നിന്ന് നിരന്തരം ഈശോയെ കൊടുക്കുവാൻ നമ്മളേറെ ഉത്സാഹമുള്ളവരായി മാറും. ഈ വലിയൊരു ബോധ്യത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ബോധ്യത്തിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവ് ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നേർന്നങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളേതായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവെ സമർപ്പിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ നിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാനും ജീവിക്കാനും നീ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവിൽ നിരന്തരമായിരിക്കുവാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മകൃപയെ ഞങ്ങളിലേക്ക് അവിടെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈ പ്രാർത്ഥന നിമിഷങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. നല്ല ദൈവമേ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്. അവിടെ എല്ലാം ജീവിത നിയോഗങ്ങളെ, പ്രാർത്ഥന ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരുതാരിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, ഭാരങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഒരുപാട് മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. അവരെല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കടബാധ്യതയിൽ വലയുന്ന ഒരുപാട് കുടുംബങ്ങൾ, വ്യക്തികളുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തിൻ്റെ ആ വലിയ ദുഃഖത്തിലേക്ക്, വേദനകളിലേക്ക് നിൻ്റെ രക്ഷയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നത്തിലും പ്രതികൂലങ്ങളിലും അസ്വസ്ഥയിലായിരിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. കർത്താവെ, അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളാൽ വലയുന്നവർ, ഭവനങ്ങളിൽ, ആശുപത്രിയിലായിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കർത്താവെ, അവരുടെ രോഗാവസ്ഥകളിലേക്കൊക്കെ സൗഖ്യദായകനായ അങ്ങയുടെ സൗഖ്യകരങ്ങളെ നീട്ടണമേ, അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാതെ കർത്താവെ വേദനയിൽ, ദുഃഖത്തിൽ, ഏകാന്തതയിൽ ജീവിക്കുന്ന യുവാക്കന്മാരുണ്ട്. അങ്ങനെയുള്ളവരെ പ്രത്യേകം പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുന്നു. വിവാഹിതരായിട്ട് കർത്താവ് ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ നിൻ്റെ കരുണയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അവരൊന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ, ആവശ്യങ്ങളെയും ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. യേശുവിൻ്റെ വലിയ വാഗ്ദാനം നമുക്ക് ഓർക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവിടെ നിങ്ങൾക്കത് സാധിച്ചു തരും. ഈ വലിയ പ്രത്യാശയോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനകളെയും എല്ലാം സമർപ്പിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ നാമത്തെ ഒരു നിമിഷം നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു.
അരികിലെത്തുമോ? യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോട്, എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്നൊരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിൻ്റെ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ നിമിഷം ഉയർത്തി സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥനാപൂർവ്വം ഈ നിമിഷങ്ങളിൽ യേശു കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും വിലയേറിയ പ്രാർത്ഥനകൾക്കും ഈശോയുടെ തന്നെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിൽ വലിയ അഭിഷേകമായ അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലും എല്ലാം ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ തന്നെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മരിയൻ കൂടാരങ്ങൾ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുതലും മഹത്വം എല്ലാം വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവർക്കും ഈശോയുടെ തന്നെ നാമത്തിൽ നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.